നമസ്കാരം. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ വലിയ ആഘോഷമൊന്നുമല്ല, പക്ഷെ എന്നാലും എന്റെ ചേട്ടത്തി, എനിക്ക് ആകെയുള്ളൊരു കൂട്ടുകാരനും എന്റെ ചേട്ടനും എല്ലാം ഉണ്ടായില്ല. എന്റെ കൂട്ടുകാരനും എല്ലാം എന്റെ അളിയനാണ്. അപ്പോ അളിയന്റെ വീട്ടിൽ വന്നാണ് ഞാൻ ആഘോഷിക്കണേ. അപ്പോ എല്ലാവരും ഒരുപാട് പേര് എനിക്ക് ബർത്ത്ഡേ വിഷസ് തന്നു. ഒരുപാട് സന്തോഷം. ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്, ഒരു കുഞ്ഞു കേക്ക് മേടിക്കും, അത് കട്ട് ചെയ്യും. ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം കാണിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടാവും. സുധിച്ചേട്ടന്റെ ഒരു ബർത്ത്ഡേ എന്നൊക്കെ പറയുന്ന ഒരു ക്യാപ്ഷനോട് കൂടി രേണു സുധി കഴിഞ്ഞ ദിവസം അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൊരു റീലാണ് ഇത്. ഇട്ട ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് പറയുന്നതിന് മുമ്പ് എന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് കാര്യം എന്ന് അറിയണ്ടേ? വേറൊന്നുമല്ല, നമ്മുടെ കിച്ചു അവർക്ക് കിട്ടിയ വീട്ടിനകത്തോട്ട് പോകുന്നു. അവിടെ മുഴുവൻ അലങ്കോലായി കിടക്കുന്നു, വീട് വൃത്തിയേടായി കിടക്കുന്നു. മുഖ്യമായിട്ട് കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ ട്രോഫികൾ അത്രയും തന്നെ ചാക്കിൽ കെട്ടി, എന്താ അരിയും ചാക്കോ സിമന്റും ചാക്കോ ആദിത്യക്കൂട്ട് എന്തോ ഒരു ചാക്കാണ്, അതിനകത്ത് കെട്ടിയിട്ട് റിതപ്പൻ എന്ന് പറയുന്ന മകൻ എത്താൻ സാധിക്കാത്ത തരത്തിൽ കട്ടിനടിയിലോട്ട് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേണു സുധി ഒരു ഡ്രം കാർഡ് എന്ന നിലയിൽ ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിനകത്തോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നോക്കുന്ന സമയത്ത് സുധിച്ചേട്ടന്റെ ബർത്ത്ഡേ പോലും അല്ല അന്ന്. ഒരുപാട് മണ്ടന്മാർ അതിന്റെ താഴെ അതിന്റെ ഹാപ്പി ബർത്ത്ഡേ സുധിച്ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ സുധിച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അനുശോചനം അറിയിക്കുന്നുണ്ട്, വിശ്വസം അറിയിക്കുന്നുണ്ട്. സത്യത്തിൽ കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ ബർത്ത്ഡേ ജനുവരി 1 ആ ബർത്ത്ഡേന്റെ ഏതോ കാലത്ത് ഒരു വീഡിയോ എടുത്തിട്ടിട്ട് അതും ആ സമയത്ത് കറക്റ്റ് ടൈമിന് അത് ഉപയോഗിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സെന്റിമെന്റ്സ് ഗ്യാദർ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ നല്ലൊരു മുതലാണ്, അല്ലെങ്കിൽ ഒരു മുടക്ക് മുതലാണ് സുധിയുടെ പേരും സുധീന്റെ പണ്ട് കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തുള്ള ഓർമ്മകളായി എടുത്തു വെച്ചിരുന്ന വീഡിയോസും കാര്യങ്ങളും. അതിലൊരു എന്തെങ്കിലും ഒരു BGM കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി അടിയിലൊരു സാഡ് ക്യാപ്ഷനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആളുകളിൽ സിമ്പതി സൃഷ്ടിക്കാൻ സാധിക്കും, കൈപ്പറ്റാൻ സാധിക്കും എന്നുള്ള ഐഡിയ രേണു സുധിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോഴേക്കും അതിന്റെ തൊട്ടടുത്ത ദിവസം സുധിച്ചേട്ടന്റെ മുഖം യൂട്യൂബിലാവട്ടെ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ വീഡിയോ കൊണ്ടത് പ്രദർശിപ്പിക്കുന്നത്. ഞാൻ പറയാതെ തന്നെ അറിയാലോ, ഇതിന് മുമ്പ് പോലീസ് കേസിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഈവനിങ് എന്താണ് ഷർട്ട് എടുക്കുന്നു, പാന്റ് എടുക്കുന്നു, ബ്ലഡ് പുരണ്ട ബാഗ് കാണിക്കുന്നു, അതൊക്കെയായിരുന്നു അന്നത്തെ പരിപാടി. ഇപ്പൊ കിച്ചു വീട്ടിൽ കയറി ഇതെല്ലാം നാട്ടുകാരെ പ്രദർശിപ്പിച്ച സമയത്ത് അടുത്ത പരിപാടി എന്താ വെച്ചാൽ സുധിച്ചേട്ടന്റെ അതേ മുഖം വെച്ചിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പരിപാടി എല്ലാം കൂടെ എടുത്ത് ആൾക്കാരെ കാണിച്ചിട്ട് അവിടെ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. രേണു എന്ന് പറയുന്ന സ്ത്രീയുടെ ക്രിക്കറ്റ് മൈൻഡ് കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. കിച്ചു വീട്ടിൽ പോയ ആ ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് രേണു സുധി 2-3 സ്ഥലങ്ങളിലൊക്കെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസും കൊണ്ട് ചെന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോന്റെ ഒരു വശം ഇവിടെ വെക്കാം. ഒരു വീഡിയോ വന്നത് കണ്ടു, സുധിച്ചേട്ടൻ്റെ അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞ് റിതപ്പൻ ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പം അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഓരോ അവാർഡുകൾ. കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ വന്നേക്കുന്നതാണ് രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു. അല്ല, ഞാൻ അതിന്റെ ഇടയ്ക്ക് ചോദിക്കാം, ഇവന് മാസക്കൂലിയാണോ ദിവസക്കൂലിയാണോ? സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ഏത് നേരം കൂടെ ഉണ്ടാവുമല്ലോ. രേണു അല്ലേ സംസാരിക്കേണ്ടത്, രേണുവിന്റെ വീട്ടിലെ കാര്യമല്ലേ. അതിന് ഇവൻ അടുത്ത് കിടന്ന് കൊണകൊണ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലായില്ല. പ്രതീഷിനെയും രേണുവിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. നമ്മൾ ഇതൊരു ഒറ്റ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇപ്പം റീസെന്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീടിന്റെ ഇഷ്യൂ, ആ വീട് വെച്ചാണ് രംഗത്ത് വന്ന് സംസാരിക്കുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഇതിന്റെ കൂടെ തന്നെ പ്രതീഷിന്റെയും രേണുവിന്റെയും തമ്മിലുള്ള ഒരു റിലേഷൻ, ഈ 3 വീഡിയോ നമ്മൾ ഒപ്പം ചെയ്യാൻ വേണ്ടി ഇരുന്നാണ്. പക്ഷേ ലെങ്ത് അധികം ആവുന്നത് കൊണ്ട് അത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആളുകൾ ഇരുന്ന് കേൾക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊരു 3 വീഡിയോ ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ നമ്മളിപ്പോൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത്, ഇപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2ാമത്തെ വീഡിയോ ആണ്. ബാക്കി കേൾക്കാം. രേണുവിന് 1 മാസം കൊണ്ടല്ലേ ഇത്രയും ഒരു 5 അവാർഡ്. അതല്ല ഞാനിങ്ങനെ വരുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ച് വെച്ചതല്ല. സൂചിച്ചാണ്ട് അവാർഡ് കുഞ്ഞ് കളയാതിരിക്കാൻ വേണ്ടി. കുഞ്ഞല്ലേ, അവൻ ആ പ്രായമാണ്. ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവർ 3 പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ഞ് റിതപ്പന് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി കട്ടിനടിയിൽ കയറ്റി വെച്ചു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ട് കാണാം. അത് ഒട്ടുമിക്ക യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിന്റെ റിയാക്ഷൻ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ. നമ്മൾ അതല്ല സംസാരിക്കുന്നത്. ഓക്കെ, സംഭവം ശരി, കുട്ടികൾ കയ്യെത്താത്ത ദൂരത്ത് ആൾക്കാർ സാധനങ്ങൾ എടുത്തു വെക്കും. പക്ഷെ അത് കട്ടിനടിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. റിതപ്പൻ അത് എളുപ്പം കണ്ടുപിടിച്ചു. കിട്ടിയ അംഗീകാരങ്ങൾ അളമാരി പൊക്കത്ത് കയറ്റി വെക്കുകയാണെങ്കിൽ ഓക്കെ, സമ്മതിച്ചു, കുട്ടിക്ക് എത്താത്ത സ്ഥലത്ത് കയറ്റി വെച്ചതാണ് എന്നുള്ളത്. അതിന് രേണു പറയുന്ന എക്സ്പ്ലനേഷൻ എന്താ വെച്ചാൽ അളമാരിന്റെ പൊക്കത്ത് എല്ലാം കൂടെ റിതപ്പന്റെ തലയിലോട്ട് വീഴുമെന്നാണ്. എന്താ അവിടെ എടുത്തു വെച്ചിട്ടുള്ള മറ്റേ ഫോട്ടോ തലയിലോട്ട് വീണാൽ പരിക്കൊന്നും പറ്റത്തില്ലേ? പോട്ടെ, കുട്ടിയെടുത്ത് നശിപ്പിക്കുന്നത് കൊണ്ടാണ് സുധിച്ചേട്ടന്റെ സാധനങ്ങളെല്ലാം അതിഭദ്രമായി കട്ടിനടിയിൽ സൂക്ഷിച്ചെന്ന് പറഞ്ഞു. രേണുവിന്റെ സാധനങ്ങൾ ആ ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് അത് കുട്ടിയെടുത്ത് നശിപ്പിക്കില്ല, അല്ലെങ്കിൽ അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ രേണുവിന് അതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ് പറയുന്നത്.
എന്തൊക്കെ കാണണമല്ലേ. സംഭവം അതൊന്നുമല്ല, പുള്ളിക്കാരി കുറച്ച് ഫേമസ് ആയ സമയത്ത് സുധിച്ചേട്ടന്റെ സാധനങ്ങൾ നൈസിന് തട്ടി പുള്ളിക്കാരിന്റെ സാധനങ്ങൾ പ്രദർശിപ്പിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. കൊല്ലം സുധി എന്നുള്ള പേര് മുതലാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴെങ്കിലും രേണുവിന്റെ അന്തം ഫാൻസിന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന് എന്ത് തന്നെ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാലും ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം കുട്ടിക്ക് കയ്യെത്താത്ത ഒരു സ്ഥലമല്ല അതും ഇതിന്റെ അടി, കട്ടിലിന്റെ അടി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു അത്രയും സൂക്ഷ്മമായി കൊണ്ടു നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം എടുത്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലൊരു ചാക്കിനകത്തല്ല എല്ലാം കൂടെ ചവറ് പോലെ കൂട്ടി കുഴച്ചിട്ട് വെക്കുന്നത്. ശരി, നമ്മൾ വീഡിയോന്റെ മെയിൻ പോയിന്റിലോട്ട് വരികയാണ്. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കൊല്ലം സുധിയുടെ വീട് എന്നാണ് മറ്റുള്ളവർ കയ്യേറിയിട്ടുണ്ട്, പിന്നെ ഇവര് വീട് ചോരുന്നു നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട് വെച്ച ആളുകളെ എന്താണ് നിരാശരാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുന്ന തരത്തിലൊരു ഇന്റർവ്യൂ കാര്യങ്ങളോ ഏതോ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ ഒരു ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ഇതിനകത്ത് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാണാത്തവരാണെങ്കിൽ ചാനലിൽ കിടപ്പുണ്ട്, ഇതിന്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ്, കണ്ടു നോക്കുക. ആ ഒരു വീഡിയോയില് ആ പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ കിച്ചുവുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട്. കിച്ചു വളരെ വിഷമത്തിലാണ്, അയാൾ നിസ്സഹായനാണെന്ന രീതിയിലൊക്കെ അയാൾ സംസാരിക്കേണ്ടത്. സോ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, കിച്ചു പെട്ടെന്ന് ആ ഒരു വീട്ടിലോട്ട് ആ ഒരു വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ ആൾ വീട് വെച്ചു കൊടുത്ത ആ ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കിച്ചു പറയാതെ പോകുന്നു, ആ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഈ ഒരു ഓൺലൈൻ മീഡിയ വഴി പ്രദർശിപ്പിച്ച് വിടുന്നു. അതായത് കിച്ചു എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ പ്രായപൂർത്തിയായതാണ്, അത്യാവശ്യം ബുദ്ധിയുള്ള ആളാണ്, എല്ലാം അറിയാം. അപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വീഡിയോ ക്ലിപ്സ് ഓൺലൈനിലോട്ട് ഇറക്കി വിടണം, എന്തൊക്കെ വീഡിയോ ക്ലിപ്സ് മാറ്റി വെക്കണം എന്നുള്ള കാര്യങ്ങൾ കിച്ചുവിന് വ്യക്തമായ ബോധമുണ്ട്. പക്ഷെ കിച്ചു അതെല്ലാം ആളുകൾക്ക് മുമ്പിലേക്ക് നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രദർശിപ്പിക്കുന്ന തരത്തിൽ ആ ഒരു വീഡിയോ അത്ര ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കിച്ചു നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് ആ ഒരു വീട് നൽകിയ ആൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വീഡിയോ ആക്കി പറഞ്ഞിട്ടുള്ളത്, വീടിന്റെ ഇഷ്യൂസ് എല്ലാം തന്നെ. അപ്പം അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷന്റെ ഭാഗമായിട്ടായിരുന്നിരിക്കാം കിച്ചു ആ ഒരു വീട് സന്ദർശിച്ചതും അവിടെയുള്ള ചിത്രങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ടതും. ഇതിനിപ്പോ എന്തായാലും കിച്ചുവിനെ വിളിച്ചിട്ട് നിനക്ക് എന്തിന്റെ കേടായിരുന്നടാ, വീട്ടിൽ പോയിട്ട് ഇപ്പൊ കണ്ടില്ലേ സോഷ്യൽ മീഡിയ മുഴുവൻ എന്നെ എടുത്തിട്ട് പൊങ്കാലെടുത്ത് നീ കണ്ടില്ലേ. കിച്ചുവിനാണെങ്കിൽ തൊല തുറന്നൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. ഈ പെണ്ണുപിള്ളയാണെങ്കിൽ ആ ചെക്കനെ തല തിന്നിട്ടുണ്ടാവോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. പക്ഷേ കിച്ചു ഇത്രയും നേരമായിട്ട് അത് അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും വീഡിയോ ചെയ്തതല്ല എന്നുള്ള ഒരു റെസ്പോൺസും ഇതുവരെ സോഷ്യൽ മീഡിയ വഴി അറിയിക്കാത്ത പക്ഷം കിച്ചുവിന്റെ മനസ്സിൽ എന്തെല്ലാമോ വിഷമങ്ങളുണ്ട്, നമ്മളോട് പ്രകടിപ്പിക്കാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മറ്റെന്തെല്ലാമോ കാരണങ്ങൾ ആ പയ്യനെ അത് പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിൽ പിടിച്ചു വെക്കുന്നു എന്ന് വേണേൽ മനസ്സിലാക്കാൻ. കിച്ചുവും സുധീർ ചേട്ടന്റെ അമ്മയും കിച്ചുവിന്റെ അനിയൻ ഋതപ്പനും രേണു സുധിയും കൂടെയാണ് ആ വീട്ടിൽ താമസിക്കാൻ അർഹരായിട്ടുണ്ടായിരുന്നത്. ഇത്രയും ആളുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ വീട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ വേറെയാണ്. ഞങ്ങൾക്ക് അവരോട് സംസാരിക്കുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അയാളെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ഈ ഒരു കാര്യം മിനിമം കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് രേണു ഒന്ന് പ്രവർത്തിക്കാൻ പോലും തയ്യാറാകാത്തത് വളരെ മോശമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ്. മിനിമം ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ചു നോക്കുക, ഇത് എനിക്കും എന്റെ മക്കൾക്കും സുധിച്ചേട്ടന്റെ അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഇവർ ആ വീട് വെച്ച് തന്നിട്ടുള്ളത്. ഇവിടെ താമസിക്കാൻ അർഹരായിട്ടുള്ള ആളുകൾ ഇന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ മറ്റുള്ളവരെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് കഴിഞ്ഞാൽ അത് സുധിച്ചേട്ടന് വീട് വെച്ച ആളെ തന്ന ആളുകൾക്കും മറ്റുള്ളവർക്കും നീരസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ചിന്തിക്കാം. ഇന്നേ വരെ ഈ ഒരു രേണു എന്ന് പറയുന്ന പുള്ളിക്കാരി ഇപ്പം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം കിച്ചുവിനെ കൊല്ലത്തോട്ട് പോയി കാണുകയോ ആ വീടൊന്ന് സന്ദർശിക്കുകയോ ആ അമ്മേന്റെ അടുത്ത് സുധി എന്ന് പറയുന്ന ആളുടെ അമ്മേന്റെ അടുത്ത് ഒരു 2 മിനിറ്റ് ഇരുന്ന് ആ അമ്മയ്ക്ക് ഒരു ആശ്വാസം പകരുകയോ ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, എല്ലാ കാര്യവും സോഷ്യൽ മീഡിയ വഴി പബ്ലിക് ആക്കുന്ന രേണു സുധി അത്തരത്തിലൊരു അടുപ്പമോ ആ വീടുമായിട്ടോ ആ ഒരു അമ്മയായിട്ടോ കിച്ചുവായിട്ടോ അങ്ങോട്ട് ചെന്ന് കാണിക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതിനർത്ഥം രേണു അവരിൽ നിന്ന് ഒരു അകലം പാലിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സുധിയുടെ പേരിൽ കിട്ടിയ എല്ലാ ആനുകൂല്യങ്ങളും രേണുവിനും രേണുവിന്റെ മകനായ ഋതപ്പനും മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ രേണുവിന്റെ വീട്ടുകാർക്കുള്ളതാണ് എന്ന് രേണു അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അത് പിടിച്ച് അടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറയാം. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് ആ സ്ത്രീ ഇന്നലെ വന്നിട്ട് സോഷ്യൽ മീഡിയ പറഞ്ഞില്ല വീട് ചോരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട് വെച്ചു കൊടുത്ത ആളുകളെ കുറ്റം പറയാതെ അവർക്ക് അവരുമായിട്ട് പേഴ്സണലി അത് സംസാരിച്ച് അവർ മറ്റ് സോഷ്യൽ മീഡിയ ഒന്നും അറിയാതെ അവർക്കത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയ്ക്ക് അകത്തോട്ട് വന്നിട്ട് അത്തരത്തിലൊരു കൂട്ടായ്മയ്ക്ക് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടും രേണുവിന് അന്തം ഫാൻസ് രേണുവിനെ ആരാധിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ ആരും യാതൊരു തരത്തിലുള്ള വാല്യൂവും കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ